ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സ്വാദിഷ്ടമായിട്ടുള്ള 2 വിഭവങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്നൊരു പുതിയ ഡിഷായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് നെത്തോലി നല്ലൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നെത്തോലി ക്ലീൻ ചെയ്ത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. കറിവേപ്പില, ചേരുവ, ചെറിയ ഉള്ളി 1 കൈ, വടക്കംപുളി, പച്ചമുളക്, ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, ഉപ്പ്, ഉലുവാപ്പൊടി, നിറത്തിന് വേണ്ടി മാത്രം ചില്ലി പൗഡർ, 1 മുറി നാളികേരം, മഞ്ഞൾപ്പൊടി, പച്ചമല്ലിപ്പൊടി. ചേരുവകളെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരയേണ്ട ആവശ്യമില്ല. അരപ്പ് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പുളിയും ചേർത്തൊന്ന് അടപ്പത്ത് വെച്ച് പച്ച മാറുമ്പോൾ നമുക്ക് മീൻ പറക്കിയിടാവുന്നതാണ്. മീനിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കണ്ട. നമ്മൾ അടച്ച് വെച്ചൊരു 2 മിനിറ്റ് വേവിക്കുക. ഇവിടെ ചൂടത്തോരനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി കരിവേപ്പില ഇടുക. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. എല്ലാവർക്കും ചൂടത്തോരൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ഫ്രൈ ഉണ്ടാക്കാം. നെത്തോലി കൊണ്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 250 ഗ്രാം നെത്തോലി ക്ലീൻ ചെയ്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകും സ്വല്പം നാരങ്ങാനീരും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ബാറ്ററിന് ആവശ്യമായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കരിവേപ്പില, കടലമാവ്, വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ബാറ്റർ ശരിയായിട്ടുണ്ട്. ഈ ജ്യൂസ് വേണം. ഇനി നമുക്ക് ഓരോ പീസും എടുത്ത് മുക്കി പൊള്ളിച്ചെടുക്കാം. വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ മുക്കിയിടാം. മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. ബാക്കി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള നെത്തോലി ഫ്രൈ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.